ഞാനിപ്പോൾ ഈ ഫീൽഡ് എന്ന് പറഞ്ഞൊരു 33 വർഷത്തെ സർവീസ് ഉണ്ട് ഈ കൽപ്പണിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഇത് പണിതുകൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് വീടുകൾ ഇങ്ങനെ പൂർത്തിയാക്കാതെ പകുതി പണിതും പകുതി പണിയാതെയും തറ കെട്ടിയും അങ്ങനെ കിടക്കുന്ന ഒരുപാട് വീടുകൾ കാണാനിടയായിട്ടുണ്ട്. അപ്പം മനസ്സിൽ ഒരു ആശയം തോന്നിയായിരുന്നു, കുറെ ആൾക്കാർക്ക് നമുക്ക് വീട് വെച്ച് കൊടുത്താൽ എന്താ. ഇപ്പൊ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് അതിനുള്ള സാമ്പത്തികമില്ല, സഹായിക്കാനും പറ്റില്ല. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി ഇങ്ങനെ അധ്വാനം സേവനമായി നൽകിയാൽ എന്താന്ന് അങ്ങനെ തോന്നി. അപ്പൊ ഞാനിങ്ങനെ സുഭാഷ് ഇവരോടൊക്കെ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ നമുക്ക് പാവപ്പെട്ടവർക്ക് വീടിന്റെ പണികൾ ചെയ്തു കൊടുക്കാം. നമുക്ക് അത് 2-3 പേരുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ തീർക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ മനസ്സിലൊന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടുപേരും സമ്മതിക്കുകയും ചെയ്തു. മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ പാർപ്പിടമില്ലാതെ എത്രയോ പാവം കുടുംബങ്ങൾ ഇന്നും തെരുവിൽ അഭയം പ്രാപിക്കുന്നു. ഇത്തരം പാവങ്ങൾക്ക് വീട് വച്ച് നൽകുകയാണ് നിർമ്മാണ തൊഴിലാളികളായ രാജുവും കൂട്ടുകാരും. സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള ഇവർ തങ്ങൾക്കറിയാവുന്ന കൽപ്പണിയിലൂടെയാണ് പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള പണം കണ്ടെത്തുന്നതും. ഒപ്പം ഇവരുടെ അധ്വാനവും ഈ പണിയിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ഉദ്യമം പൂർത്തിയാവുകയാണ്. ഇതിനോടകം തന്നെ 24ഓളം വീടുകൾ പാവങ്ങൾക്ക് വച്ചു കൊടുത്തു കഴിഞ്ഞു രാജുവും കൂട്ടരും. ഈ മനുഷ്യസ്നേഹികളുടെ വഴിയാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പിന്റെ സഞ്ചാരം. എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം. കയറിക്കിടക്കാൻ ഒരു കൂര, ഏവരുടെയും സ്വപ്നം അതാണ്. അന്നവും വസ്ത്രവും എവിടെ നിന്നും ലഭിക്കും. എന്നാൽ കിടപ്പാടം അതാരും വെറുതെ നൽകില്ല. തലചായ്ക്കാൻ ഒരിടമില്ലാത്തവർ, സ്ഥലമുണ്ടായിട്ടും വീട് വയ്ക്കാൻ സാധിക്കാത്തവർ, സ്ഥലവും വീടും ഒന്നുമില്ലാത്ത അനാഥർ, ഉള്ളിടത്ത് ഷീറ്റ് മേഞ്ഞ് വീടുണ്ടാക്കുന്നവർ, ഇവർക്കൊക്കെ ഒരു കൈത്താങ്ങാണ് ഇന്ന് രാജുവും കൂട്ടരും. അധ്വാനമാണ് ഇവരുടെ സേവനം. ഇത്രയും സന്മനസ്സുള്ള നിർമ്മാണ തൊഴിലാളികൾ ഇവർ ചെയ്യുന്ന സേവനം വാക്കുകളിൽ ഒതുങ്ങില്ല. കൽപ്പണിക്കാരായ ഇവർ ആഴ്ചയിലെ 3 ദിവസം വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് പണിതു കൊടുക്കാനാണ് തങ്ങളുടെ അധ്വാനം സേവനമാക്കുന്നത്. നല്ല മനസ്സുള്ളവർക്കേ അതിന് കഴിയൂ. ഒന്ന് വിശ്രമിക്കാനോ ഉറങ്ങാനോ സമയം കളയാതെ സദാ അധ്വാനത്തിന്റെ പാതയിലാണ് രാജുവും സുഭാഷും സജീവനും. നിർധനരായ ആൾക്കാരെയും പാവപ്പെട്ടവരെയും അല്ലെങ്കിൽ മറ്റേ വിധവകളായ ആൾക്കാരെയൊക്കെ കണ്ടെത്തി, അംഗവൈകല്യമുള്ളവരോ അവരെയൊക്കെ കണ്ടെത്തി വീട് വെക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരെ അവരൊന്ന് സഹായിക്കുക, അവരുടെ വീട് പണിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതായത് അവരുടെ വീടിന്റെ കൽപ്പണി ഫുള്ളായിട്ടും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. അപ്പൊ ഏകദേശം ഒരു 40 രൂപ റേറ്റ് വരും ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ്. അപ്പൊ ആ സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ഒരു വീട് 600-650 സ്ക്വയർ ഫീറ്റ് ആണ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഒരു ലോൺ കൊടുക്കണ പദ്ധതിക്കുള്ളത്. അപ്പൊ എങ്ങനെയാലും 600 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ × 40, അപ്പൊ നല്ലൊരു പൈസ അവർക്ക് വീട്ടുകാർക്ക് കിട്ടും. ഒരു ദിവസം രാജാന്റെ വീട് വരെ പോയിരുന്നു, അങ്ങോട്ട് പോയി. വീട് അടുത്തിടന്നില്ല. അപ്പോൾ പോയി അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ രാജേട്ടൻ ഞാനും ഇതിന്റെ കൂടെ കൂടാന്നുള്ളൊരു സന്മനസ് കാണിച്ചു. അതാണ് ഞാൻ അവരുടെ കൂടെ കൽപ്പണിക്ക്. ഞാനും പാവപ്പെട്ടതാണ്, അപ്പം ചെറുത് സഹായം മറ്റുള്ളവർക്ക് ചെയ്യാമെന്നുള്ളൊരിതാണ് ഇവരുടെ കൂടെ തന്നെ. മലയാറ്റൂർ സ്വദേശികളായ തോപ്പിൽ രാജുവും സുഭാഷും സജീവനും ജില്ലയിലെ 10 വീട് സൗജന്യമായി പണി ചെയ്ത് നൽകാനാണ് ആദ്യം തീരുമാനിച്ചത്. രാജുവിന്റെ മനസ്സിൽ വന്ന ആശയത്തിന് പാവപ്പെട്ട കൂട്ടുകാരും കൂടെ കൂടി. ഇപ്പോൾ മൊത്തം 24ഓളം വീടുകൾ പൂർത്തിയാക്കി നൽകി കഴിഞ്ഞു. നിർധനയായ ഒരു വീട്ടമ്മയ്ക്കാണ് ആദ്യം വീട് വച്ചു നൽകിയത്. പിന്നെ നിരന്തരം വീടില്ലാത്ത പാവപ്പെട്ടവർ തേടിയെത്തി. നിരവധി അപേക്ഷകൾ വരുന്നതിൽ നിന്ന് അർഹരായവരെ കണ്ടെത്തിയാണ് സഹായിക്കുന്നത്. ആദ്യമായിട്ട് പള്ളിക്കരന്ന് ഒരു ആളെ അപേക്ഷിക്കുകയാണ്, ഒരു വല്യമ്മ. അത് ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചു. രാത്രി പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി അന്വേഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ പാവപ്പെട്ട വല്യമ്മ മകൻ ഉപേക്ഷിച്ചു പോയതാണ്. മകൻ ഉപേക്ഷിച്ചു പോയെന്ന് വെച്ചാൽ 15 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, 10 സെന്റും മകൻ വിറ്റ് ആ കാശ് കൊണ്ട് മകനും ഭാര്യയും കുട്ടികളെ കൂടി പോയി. പിന്നെ ആകെയുള്ളത് ഈ വല്യമ്മ മാത്രമല്ല. ഈ വല്യമ്മയ്ക്ക് ഒരു വീട് വേണം. അപ്പൊ അവിടുത്തെ ഒരു പള്ളി ചെന്ന് പറഞ്ഞു. പള്ളിക്കാരെ തറ കെട്ടി. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകിട്ട് ചെന്ന് നോക്കി. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉറപ്പ് പറയുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് അതിന്റെ കൽപ്പണി പൊക്കം തീർത്ത് ഞങ്ങൾ പോന്നു. പിന്നെ അതിന്റെ തേപ്പ് പണികൾക്കൊക്കെ കോതമംഗലം MA കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് വന്നാണ് അതിന്റെ ഹെൽപ്പർ പണിയൊക്കെ ചെയ്തത്. ആ കുട്ടികൾ വന്ന്
അതിന്റെ പരിക്കിനൊക്കെ സിമെന്റൊക്കെ കൂട്ടി തന്നു. ബാക്കിയുള്ളതൊക്കെ തേച്ച് ഫിനിഷ് ചെയ്ത് സുഖമായിട്ട് ആ വലിയ ഇപ്പോൾ താമസിക്കണം. ആഴ്ചയിൽ 4 ദിവസം ഇവർ കൽപ്പണി ചെയ്ത് പൈസയുണ്ടാക്കും. ബാക്കി 3 ദിവസം ഞായറാഴ്ച ഉൾപ്പെടെ നിർധനർക്ക് വീട് വച്ച് നൽകാനായി പുറപ്പെടും. തറകെട്ടി വീട് വയ്ക്കാൻ പൈസയില്ലാത്തവർക്കാണ് സഹായഹസ്തവുമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇവർ ദൈവതുല്യരാണ്. അവരുടെ നല്ല മനസ്സും കൊണ്ടാണ് പാവപ്പെട്ടവരെ സഹായിക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും അവർക്കൊരു സന്തോഷവും സമാധാനവും കൊണ്ടാണ് മറ്റുള്ളവർ നശിക്കരുത്, അവർ നന്നായി ജീവിക്കണം എന്നുള്ള ധാരണ കൊണ്ടാണ് അവർ ചെയ്തേക്കണത്. അപ്പം അതുകൊണ്ട് അവർക്കും അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവത്തോട് നമ്മൾ പറയണം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര നാൾ നിന്നതും പണിയാതെ ഇട്ടേക്കണതും. അത്ര വിചാരിച്ചില്ല, അത്രയും വിചാരിച്ചോളം എത്തിയേക്കണം. ഈ ഒന്നും കൂടി വാർത്ത് കയറി കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിള്ളേരും കൊണ്ട് 10 കൊല്ലം ആ ഷെഡിൽ കിടക്കണം. അത് തന്നെ ഒരു വീട്ടിലാത്തതിൻ്റെ അവസ്ഥ വീട്ടിലുള്ള അമ്മമാർക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ. വീട് വാർക്കാനുള്ള പൊക്കം വരെ 1 2 കൂടിയാൽ 3 ദിവസം കൊണ്ട് മുഴുവൻ പൂർത്തിയാക്കി കൊടുക്കുന്നു. ചില നിർധനർക്ക് തറയും വാർക്കയുമെല്ലാം സ്വന്തമായോ അതല്ലെങ്കിൽ മറ്റാരെക്കൊണ്ടെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിച്ചോ പൂർത്തിയാക്കി കൊടുക്കാറുണ്ട്. അതിനാരെങ്കിലും മുന്നോട്ട് വന്നാൽ അധ്വാനത്തിലൂടെ തങ്ങളുടെ സേവനം സാധിച്ചു കൊടുക്കാൻ സദാ സന്നദ്ധരാണ് ഇവർ. ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഈ യാത്രയാണ്. യാത്ര എന്ന് വെച്ചാൽ ഇപ്പോൾ ബൈക്ക് യാത്രയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നേരിമംഗലത്ത് ഒരു വീട് ഞങ്ങൾ നിർമ്മിച്ചു. നേരിമംഗലത്ത് പോകണമെങ്കിൽ 63 കിലോമീറ്റർ ഉണ്ട്. ഈ 63 കിലോമീറ്റർ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു 1 ലിറ്റർ 2 ലിറ്റർ പെട്രോൾ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അങ്ങനെ 3 ബൈക്കുകളിൽ വേണം. അപ്പോൾ 6 ലിറ്റർ പെട്രോളായി. അങ്ങനെ 3-4 ദിവസം യാത്ര ചെയ്യണം. അങ്ങനെ 10 വീട് പണിത് കഴിഞ്ഞപ്പോൾ 12,000 രൂപ ഞങ്ങൾ പെട്രോൾ അടിച്ചു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ചെയ്തത്. അത് ആരും മനസ്സിലാക്കണില്ല. ഞങ്ങൾ വരുന്ന ഒരു ദിവസം പണിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2000 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഓയിൽ മാറണം, അതിന് കുറച്ച് മെയിൻ്റനൻസ് പണികളൊക്കെ വരും, അത് ചെയ്യണം, അത് അഡീഷണൽ, അത് പോട്ടെ. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പൈസയാണ്. ബൈക്കിലാണ് മൂവർ സംഘത്തിന്റെ യാത്ര. രാവിലെ തന്നെ സൈറ്റിലെത്തി പണി ആരംഭിച്ചാൽ പിന്നെ വിശ്രമമില്ല. വെയിലും മഴയും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ അത് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് മനസ്സ് മുഴുവൻ. കട്ടയും സിമന്റും ചേർത്ത് മറ്റാരെയും ആശ്രയിക്കാതെ മൂവരും കൂടി പെട്ടെന്ന് തന്നെ പണിയൊക്കെ പൂർത്തിയാക്കും. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കണേ. അപ്പൊ അങ്ങനെ ലോൺ കിട്ടി. ഫണ്ടില്ലാത്ത കാരണം ഇങ്ങനെ അവരെ സമീപിച്ചപ്പോ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, സന്തോഷം. ദൈവത്തോടും രാജ്ഭവനും നല്ല സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പിന്നെ നമ്മൾ വിളിക്കുമ്പോഴേക്കും ഓടി വന്ന് സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തരും. പിന്നെ ഇതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ തരും. ഇത് വീട് ഇത് കഴിഞ്ഞിട്ട് ഒരു കട്ടൽ വെച്ചിട്ട് 1 മാസം കൊണ്ട് 1 മാസം എടുത്തു. പണികൾ ഇങ്ങനെ ഓരോ ഘട്ടഘട്ടമായിട്ട് തീർത്തു പെട്ടത്. പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഓടി വന്ന് ഇപ്പൊ ചിമ്മിനിയുടെ പണികൾ പെട്ടെന്ന് തീർത്തു വന്നു. എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഇതുവരെ 24ഓളം വീടുകൾ പൂർത്തിയാക്കി നൽകിയത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ജില്ലകളിലൂടെയുള്ള യാത്രകളിലാണ് നിരവധി നിർധനരെയും കിടപ്പാടമില്ലാത്തവരെയും കാണാൻ സാധിച്ചത്. കൊച്ചി മെട്രോ സിറ്റിയാണെങ്കിലും കിടപ്പാടമില്ലാത്തവർ ഏറെയും കൊച്ചിയിലാണെന്നാണ് ഇവരുടെ അഭിപ്രായം. എന്റെ ഇതിൽ നോക്കുമ്പോൾ പാവങ്ങൾ തന്നെ കൂടുതൽ. കാരണം ഞാൻ കുറെ സ്ഥലങ്ങളിൽ ഇതേപോലെ പോയിട്ടുണ്ട്. പോയിടത്തൊക്കെ കൂടുതലും കാണുന്നത് ഇതേപോലെ കൂരായിട്ടുള്ള വീടുകളാണ്. ആലപ്പുഴയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ. കൊച്ചി എനിക്ക് ചെല്ലാൻ പോലും പാടില്ല. വീടില്ലാത്തൊരു ഇഷ്ടം പോലെ ഉണ്ട്. വൈപ്പിൻ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഷീറ്റ് വലിച്ചിട്ടാണ് താമസിക്കുന്നത്. വിധവകളായ അമ്മമാർ, മക്കൾ നോക്കാനില്ലാത്തത് മൂലം വീടില്ലാതെ മറ്റുള്ളവരുടെ കാരുണ്യത്താൽ കഴിയുന്നവർ, സംസാരശേഷിയില്ലാത്ത 2 പെൺകുട്ടികളുള്ള നിർധന കുടുംബങ്ങൾ, പെൺകുട്ടികളെയും കൊണ്ട് അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാൻ കൊതിക്കുന്നവർ, മദ്യപാനികളായ ഭർത്താക്കന്മാരുള്ള കുടുംബിനികൾ, ഒറ്റപ്പെട്ട് കഴിയുന്ന പാവങ്ങൾ, ഇവർക്കൊക്കെ സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ഇവർക്ക് ഇപ്പോഴും സ്വന്തമായി ഒരു വീടില്ല. സുഭാഷിനും സജീവനും ഇതുവരെ ഒരു വീട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല.
സ്വന്തമായി ഒരു വീട് എന്നത് ഇപ്പോഴും ഇവർക്ക് സ്വപ്നമായി അവശേഷിക്കുകയാണ്. എങ്കിലും തങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം പാവങ്ങൾക്ക് വീട് വച്ച് നൽകാൻ തയ്യാറാണ് ഇപ്പോഴും ഇവർ. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഒരാളെ സഹായിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കൂടെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്കും ചെയ്യാം. ഒരു നന്മ എന്ത് ചെയ്താലും അതിലൊരു നന്മ ഉണ്ടായിരിക്കണം. വീടെന്ന് പറഞ്ഞാൽ അത്രയും അവസ്ഥ, ഞങ്ങളൊക്കെ അത്രയും എന്താ പറയുക, ഈ വക്കോല് മേഞ്ഞ വീടായിരുന്നു എൻ്റെ പണ്ടത്തെ. അത് ഈ ഓലയായി എല്ലാവരും കൂലിപ്പണിക്കാരും എല്ലാവരും അന്നന്ന് പണിക്കുകയും ജീവിക്കുന്നു. അപ്പം എൻ്റെ മക്കൾ മാത്രമാണ് ഇത് അറിയിച്ചിട്ടുള്ളൂ. ബാക്കി അവരാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു പിള്ളേർ ചെറുതാണ്. ഒരു 3 കുട്ടികളുണ്ട്. ആളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ നോക്കിയിട്ട് ആളുടെ സഹായിക്കില്ല. ഭാര്യ തൊഴിലൊന്നും പോകണില്ല. അപ്പോൾ ഒരാളുടെ അധ്വാനം കൊണ്ട് കുടുംബം ജീവിക്കണം. കുട്ടികളുടെ ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. എൻ്റെ വീട് ഇതുവരെ പണി പൂർത്തിയായുള്ള. അപ്പൊ ആദ്യം തന്നെ ഇതേപോലെ തന്നെയായിരുന്നു. പണ്ട് നമ്മൾ കിടന്നുകൊണ്ടിരുന്ന വീടും വളരെ ശോചനീയ അവസ്ഥയായിരുന്നു. ഇത് പിന്നെ എവിടെ ചെന്നാലും കാണുന്നത് തന്നെയാ. രാജേട്ടൻ ഫസ്റ്റ് തന്നെ എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. കാരണം ഒരാളുടെങ്കിൽ ഒരാളുടെ, എൻ്റെ വീടില്ലെങ്കിലും വേറെ ആരുടെങ്കിലും ശരിയാവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്ന ചെയ്യും. ഞാനും കൂലിപ്പണിയൊക്കെ ചെയ്താൽ ജീവിക്കുന്നത്. 4 ദിവസം മറ്റുള്ള പണികൾക്ക് പോകുള്ളൂ. അപ്പോൾ 2 ദിവസം നമുക്ക് കിട്ടും. പിന്നെ ഒരു ദിവസം ഞായറാഴ്ച, ആ ഞായറാഴ്ചയും ഇതേമാതിരി പോകും. കൽപ്പണിക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഡെയിലി പൈസ കിട്ടണം. പക്ഷെ ഭൂരിഭാഗം അഭിപ്രായം കൂടുതൽ കൂലി വാങ്ങിക്കുന്നു. അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നില്ല. 9 മണിയാകുമ്പോൾ വരുന്നു, 4:30 ആകുമ്പോൾ കയറി പോകുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് എല്ലാവരും ആൾക്കാരെ പറ്റി കൽപ്പണിക്കാരെ പറ്റി പറയുന്നത്. ഞങ്ങൾ നേരെ മറിച്ചാ. ഞങ്ങൾ 8 മണിക്ക് വരും. ഞങ്ങൾ ഫുൾ ടൈം വരും. ഞങ്ങളൊരു സിഗരറ്റ് പോലും വലിക്കാറില്ല, വീഡിയോ വലിക്കാറില്ല, അല്ലെങ്കിൽ മുറുക്ക് അങ്ങനെ പരിപാടിയൊന്നുമില്ല. വന്ന് ഹൈ സ്പീഡിൽ പണിയുന്നു, വൈകുന്നേരം പൈസ അടിക്കുന്നു, പോകുന്നു. അല്പമെങ്കിലും ഭേദം രാജുവിന്റെ വീടാണ്. അതും 2 വർഷമേ ആയുള്ളൂ പണി ഒരുവിധം പൂർത്തിയാക്കിയിട്ട്. എങ്കിലും ജനലുകൾക്കൊന്നും അടച്ചുറപ്പ് ഇതുവരെ ആയിട്ടില്ല. തങ്ങളെക്കാൾ നിർധനരായി എത്രയോ പേർ ജീവിക്കുന്നു എന്നതാണ് ഇവരെ അലട്ടുന്ന ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് തന്നെയാണ് പാവങ്ങൾക്കും നാട്ടുകാർക്കുമെല്ലാം ഇവർ ഏറ്റവും പ്രിയങ്കരമാവുന്നത്. പുള്ളി വന്നിട്ടാണ് ഇത്രയും ഒരു 10 പൈസ പോലും മേടിക്കാണ്ട്, ഭക്ഷണത്തിന് ഒരു ഒന്നും മേടിക്കാണ്ട് ഇത്രയും പണി ചെയ്ത് തീർത്ത്. ഞാനും ഒരു പണി ചെയ്യുന്നുണ്ട്. എൻ്റെ കിട്ടിയത് തീർത്തടെ എത്ര പണി തീർത്താക്കണം. ഇത്ര പണി ഒരു 10 പൈസ പോലും മേടിക്കാണ്ട് സത്യം പറയാൻ എനിക്കൊന്നും പറ്റില്ല, എന്നൊക്കെ ചെയ്യാൻ പറ്റില്ല. സർക്കാർ 3 സെന്റ് നൽകിയ മലയാറ്റൂരിലെ ചൂരമുടിയിലാണ് രമണനും കുടുംബവും തറകെട്ടിയത്. സർക്കാരിൽ നിന്ന് ലഭിച്ച തുച്ഛമായ തുക കൊണ്ടാണ് തറകെട്ടിയത്. പിന്നീട് മേൽപോട്ട് കെട്ടിപ്പൊക്കാൻ കഴിയാതിരുന്ന കുടുംബത്തിന് താങ്ങായെത്തിയത് രാജുവും കൂട്ടരുമാണ്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഇതുവരെ വാർക്കാനോ പണി പൂർത്തിയാക്കാനോ ഈ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. പ്രവൃത്തി നല്ലൊരു ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യരാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം. 6:30 മണി വരെ നിന്ന് പണി 6 ചിലപ്പോ 7 മണിയൊക്കെ 7:30 ആവും. എന്നാൽ പോലും ആ നമ്മൾ കൊടുക്കണ ഭക്ഷണം പുറത്തു പോയി കഴിക്കുമെന്ന്. സർക്കാർ ഇങ്ങനത്തെ സ്ഥലം തന്നതിൽ ഭയങ്കരമായിട്ടുള്ള പിന്നെ ഇത് ഇപ്പൊ കനാലിൽ പുറമ്പോക്കാണ് ഇത് താമസിക്കുന്നത്. ഇത് ഏത് സമയവും എടുത്തു പോകാനുള്ള ഒരവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ ഒരു പെര വെച്ചുകൂടാനാണ് ഞാൻ നോക്കിയത്. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് സുഖമില്ലാതെ ഈ ഓട്ടോറിക്ഷ പറഞ്ഞ് കനാലിലോട്ട് പോയി 1-2 മാസം ആശുപത്രിയിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയായിരുന്നു. പെരപണിയായിട്ട് തീർന്നില്ല. എനിക്ക് യാതൊരു നിവൃത്തിയില്ല. എനിക്ക് നെഞ്ചുവേദന എടുത്തിട്ട് എനിക്ക് ഒരു വീട് വെച്ച് കിടക്കണമാണ് ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് കാണുന്നത്. ഇങ്ങനെ എത്രയെത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു അടച്ചുറപ്പുള്ള വീട്ടിനായി കാത്തിരിക്കുന്നു. ഇവർക്ക് ഒരു കൈത്താങ്ങാവാൻ ഈ കൽപ്പണിക്കാർക്ക് സാധിക്കുമ്പോൾ വെള്ളവും വെളിച്ചവുമില്ലാത്ത 3 സെന്റ് സ്ഥലം മാത്രം നൽകി പാവങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ് സർക്കാർ. ഇങ്ങനെ സർക്കാർ നൽകിയ 3 സെന്റ് സ്ഥലത്ത് പണി പൂർത്തിയാക്കാനാവാതെ കുറച്ചു നാളുകൾക്ക് മുൻപ് ലഭിച്ച വെളിച്ചത്തിന്റെ സന്തോഷത്തിൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് മലയാറ്റൂർ കുരിശുമുടിക്ക് കീഴെ ചൂരമുടിയിലെ കുറെ കുടുംബങ്ങൾ. ഇത് സർക്കാർ 3 സെന്റ് സ്ഥലം കൊടുത്തതിൽ പണിത വീടുകളാണ്. അങ്ങോട്ട് നോക്കിയാൽ ശ്മശാന മുകളിൽ. ഇവിടെയാണ് കിണർ താത്തിയ വെള്ളം കിട്ടൂല.
വെള്ളം കിട്ടാത്തൊരവസ്ഥ. ആഴ്ചയിൽ ഒരു ദിവസം കനാലടിക്കും, അതിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സ്ഥലം തന്നെ ഇങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട് നിർമ്മിച്ചിട്ട് ഇപ്പോൾ 1 വർഷം 2 വർഷം കൊണ്ടായി. അപ്പം ഇത് പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഒരു അപകടം പറ്റി, ഓട്ടോറിക്ഷ മറിഞ്ഞു. അങ്ങനെ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ കിടക്കുകയാണ്. ഇപ്പോഴും വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കിടക്കുന്നവരാണ്. ഇത്രയും വീടുകൾ തങ്ങളുടെ അധ്വാനത്താൽ പണിതു നൽകിയെങ്കിലും പല വീട്ടുകാർക്കും അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തതിലാണ് ഇവർക്ക് ഏറ്റവും വിഷമം. തങ്ങളുടെ അധ്വാനം സഫലമായില്ലല്ലോ എന്ന പ്രശ്നം, ഒപ്പം തങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന സങ്കടവും. ഈ വീട് ഇപ്പോൾ 10-30 കിലോമീറ്റർ താണ്ടിയാണ് ഞങ്ങളിവിടെ വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ബൈക്കിലാണ് ഞങ്ങൾ വരുന്നത്. ഈ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി ബൈക്കുമ്പോൾ പോരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. മഴയുള്ള സമയത്തും ഇതേമാതിരി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷയോ എന്തായാലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ ഈ സാധനങ്ങളും ഒക്കെ വെച്ച് മഴ നനയാതെ പോയി ഈ ഞങ്ങളുടെ ഈ സംരംഭം അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ആണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. എങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയുള്ള രാജുവിന്റെയും കൂട്ടുകാരുടെയും കുതിപ്പിന് പിന്നിൽ വീട്ടുകാരുടെ എല്ലാ പിന്തുണയുമുണ്ട്. സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളിലായ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വരുമ്പോൾ ഞങ്ങൾ അതിന് പ്രോത്സാഹനം കൊടുക്കും, ചെയ്തു കൊടുക്കണം. അപ്പോൾ ചില സ്ഥലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് വഴി അകലെ ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ട്. വെയിലും മഴയും രാത്രി ചിലപ്പോൾ ഒരുപാട് വൈകിയൊക്കെ വരണേ. അപ്പോൾ ആ കഷ്ടപ്പാടൊക്കെ നമുക്കറിയാലോ. ഞാനും ഒരു കൂലിപ്പണി എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീടില്ലാത്ത ബുദ്ധിമുട്ട് വളരെയേറെ സഹിച്ചിട്ട് മുന്നോട്ട് തന്നെ പോകാം. നമുക്ക് കഴിയുന്നത്ര സഹായം ചെയ്യാം. അതാണ് നമ്മൾ ഇതിലിപ്പോൾ ലക്ഷ്യമാകണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. പിന്നെ അതിൻ്റെ വീഡിയോ കണ്ടു, കുറേ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് പണിത് കൊടുക്കണതൊക്കെ വീഡിയോ കണ്ടു. ഭയങ്കര സന്തോഷം തോന്നി. ഇതിലൊക്കെ ഉപരി ഭാര്യയുടെ സങ്കടം കിലോമീറ്ററുകളോളം ബൈക്കിൽ മഴയും വെയിലും കൊണ്ടുള്ള യാത്രയാണ്. തന്റെ വീട് പണി പോലും പൂർത്തിയാക്കാനാവാത്ത രാജുവിന് ഒരു ഓട്ടോ പോലും വാങ്ങാൻ സാധിക്കുന്നില്ലല്ലോ എന്ന സങ്കടവും. അപ്പൊ അതിൻ്റെതായ ഒരു ബൈക്കാണ് ഇപ്പൊ ഏറ്റവും ചെറിയൊരു വാഹനം. സൈക്കിളിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോണു. കാറൊന്നും മേടിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഷഷ്ടിപൂർത്തിയോടടുക്കുകയാണ് രാജു എന്നറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി. ഈ വയസ്സിലും ഈ കല്ലും കട്ടയുമെല്ലാം എടുത്തു പൊക്കാനുള്ള ആരോഗ്യം, ഇതൊക്കെ എങ്ങനെയെന്ന്. ഇതെല്ലാം അദ്ദേഹം സ്വായത്തമാക്കിയത് ആയോധനമുറിയായ കരാട്ടയിലൂടെയാണ്. അതാണ് വീടുകൾ പോലെ തന്നെ എന്തിനേയും പ്രതിരോധിക്കാനുള്ള മനസ്സും ബലവും ഊർജവും നൽകിയത്. അത് മറ്റുള്ളവർക്കും പകർന്നു നൽകുന്നുമുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല തൊഴിൽ ചെയ്യാനാവുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രായം തന്നെ ഒരു 10 വയസ്സ് വേണമെങ്കിൽ പിന്നോട്ടേക്ക് ആക്കാം, നമുക്ക് കുറയ്ക്കാം. ഇപ്പം തന്നെ എനിക്ക് 56 വയസ്സായി. അപ്പോൾ ശരിക്കും നമുക്ക് അധ്വാനിക്കാനുള്ള ഊർജം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ ആ ഊർജം കൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുന്നത്. ശിഷ്യരും സഹപ്രവർത്തകരും ഈ നല്ല മനസ്സിനെ പ്രകീർത്തിക്കുകയാണ്. ദാരിദ്ര്യത്തിലും രാജുവിന് ഇത് സാധിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ഇത്രയേറെ രാജുവിന്റെ സാമ്പത്തിക ഭദ്രത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെയേറെ ലോ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ആണ് ഈ മറ്റുള്ളവരെ തേടി പിടിച്ച് അന്വേഷിച്ച് അവനവന്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് മറ്റുള്ളവർക്ക് ഉണ്ടാകണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് അത് മറ്റുള്ളവർക്ക് ഇറങ്ങിച്ചെന്ന് തന്നാലാകുന്ന വിധം അതും കൂടെ മറ്റുള്ളവരെ കൂട്ടിയിട്ട് അത്യാവശ്യം എന്തെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ കിട്ടിയെങ്കിലായ വീട്ടിൽ നിന്ന്, അല്ലാതെ 5 പൈസ പോലും വാങ്ങിക്കാതെ അവരെ മറ്റൊരു ഇതും സ്വീകരിക്കാതെ ഫുള്ളായിട്ട് ആ ഭിത്തിപ്പൊക്കം തീരുന്നവരെ കംപ്ലീറ്റ് വർക്ക് ചെയ്തു കൊടുത്ത് പോരുന്നൊരു മനുഷ്യൻ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഞാൻ രാജേട്ടന് മാത്രമേ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കൂടെ നടന്നിട്ട്. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ ഇതേമാതിരി വന്ന് എനിക്ക് ഫ്രീ ആയിട്ട് രാജേട്ടൻ പെര പണിത് തരികയും പൊക്കം തീർത്ത് തരികയും ഒരു പൈസ വരെ മേടിക്കാതെ ചെയ്തു തന്നിട്ടുള്ളതാണ്. ഇനി ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഭാവിയിലേക്ക് അതിന്റെ കൂടെ ചെയ്യാനായിട്ട് മാസ്റ്ററുടെ കൂടെ ഞങ്ങള് 19 കുട്ടികളുണ്ട്. അവരെല്ലാവരും ഇതുപോലെ സഹായങ്ങൾ ചെയ്യാൻ കഴിയും. ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള ഈ കൽപ്പണിക്കാർ കിടപ്പാടമില്ലാതെ തലച്ചായ്ക്കാൻ ഒരിടമില്ലാത്തവർക്ക് താങ്ങാവുമ്പോൾ നാടിന് തന്നെ അവർ അഭിമാനമായി മാറുന്നു. അന്തിയുറങ്ങാൻ സ്വന്തമായി ഒരിടമുണ്ടാക്കുന്നതിന് പലരും അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ടറിഞ്ഞ് തങ്ങളുടെ ദാരിദ്ര്യം പോലും വകവയ്ക്കാതെ അധ്വാനം സേവനമാക്കുന്ന ഈ മനുഷ്യസ്നേഹികൾ ഇനിയും
പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്. ഇനിയിപ്പോ ബാക്കി എല്ലാ ജില്ലകളിൽ കൂടി ആൾക്കാരെ ഇതിലേക്ക് നമുക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു പര്യടനം നടത്തണമെന്നുള്ള തീരുമാനത്തിലെത്തിക്കാണ്. ഓരോ ദിവസം പത്രങ്ങളെടുത്ത് നോക്കിക്കഴിയുമ്പോൾ കോഴിക്കൂട്ടിലും പട്ടിക്കൂട്ടിലും അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോകൾ വരാറുണ്ട്. വീടില്ല എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നവർ. വീടില്ലാത്തൊരവസ്ഥ അത് വീടില്ലാണ്ട് കിടന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. വളരെ ചെറിയ വീട്ടിൽ തുടങ്ങി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ കിടക്കുന്ന വീടുകളാണ്. അടുത്ത മാർച്ചിലേക്ക് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 14 ജില്ലകളിലും പോയി ഓരോ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളി ആയിക്കൊണ്ട് അവിടെ ഒരു മാതൃക ആക്കിക്കൊണ്ട് ഈ മൊത്തം ജില്ല, ഈ കേരളത്തിൽ മൊത്തം അത് വ്യാപിപ്പിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അധ്വാനം എന്ന ഈ മഹാസേവനം അത് കേരളമൊട്ടാകെ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ പാവങ്ങൾക്ക് സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ: പാവങ്ങളെ മറക്കരുത് എന്ന്. വീട് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വീട്. എല്ലാവർക്കും വീട് വേണം. അതിനും സർക്കാരും ശ്രമിക്കണം, കഴിവുള്ള ആൾക്കാർ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഇപ്പോൾ സേവനം ചെയ്യണമെന്ന് ഞങ്ങൾ അധ്വാന സേവനമായി ഇത് ചെയ്യുന്നതല്ലാതെ ആ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കൊടുത്ത് ഒരു വീടിന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു ജീവിതത്തിൽ വലിയൊരു പുണ്യകർമ്മമായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. വലിയ മാളികകൾ പണിതുയർത്തിയാലും മതിവരാത്തവർ ഈ ചെറിയ കൂരകൾ തട്ടിക്കൂട്ടുവാൻ പാടുപെടുന്നവരെ ഒന്നോർക്കുക. പാവങ്ങൾക്ക് വലിയ മോഹങ്ങളില്ല. സ്വസ്ഥമായി അന്തിയുറങ്ങാൻ അടച്ചുപൂട്ടുള്ള ഒരിടം, അത്രമാത്രം. ഉയരങ്ങളിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ഒരു കൈ ഇവർക്കായി നീട്ടാം. പതിയെ ഒന്നുയർത്തിയാൽ അവരും അടുത്തെത്തും. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര സഫലമാകൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് എന്നത് അയാൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ തന്നെയാണ്. നല്ല മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകളുണ്ടാകും. നല്ല ചിന്തകളുണ്ടെങ്കിലേ നല്ല പ്രവൃത്തികളുണ്ടാകും. തലചായ്ക്കാൻ ഒരിടമില്ലാത്തവർക്ക് ഇവർ ദൈവതുല്യരാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. തുച്ഛമായ വരുമാനത്തിൽ നിന്ന് നല്ല മനസ്സോടെ ഇവർ ചെയ്യുന്ന നന്മ മറ്റുള്ളവർക്കും മാതൃകയാവട്ടെ എന്ന് കാഴ്ചപ്പതിപ്പ് ആശിക്കുന്നു. കാഴ്ചപ്പതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം: കാഴ്ചപ്പതിപ്പ്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID kaizhapadippu@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.